ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കോസ് പ്രവചനം എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുകയാണ്. എന്താണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 26-ാമത്തെ തിരുവചനം. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു ഉപ്പ് തൂണായി മാറി. ദൈവം സോദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് അവിടെ വസിച്ചിരുന്ന ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി സോവാറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൂതന്മാർ അവരുടെ കൈകൾ പിടിച്ച് അവരെ സോവാറിലേക്ക് നടത്തുമ്പോൾ ദൂതന്മാർ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പിന്തിരിഞ്ഞ് നോക്കരുത്, അതിവേഗം സോവാറിലേക്ക് പൊക്കൊള്ളുക. എന്നാൽ ലോത്തിന്റെ ഭാര്യ അവൾ യാത്രാമധ്യേ പിന്തിരിഞ്ഞു നോക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്തായിരിക്കാം അവളെ പിന്തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത്? ഒരുപക്ഷെ അവളുടെ ഹൃദയം സോദോം നഗരത്തിൽ അവൾ നേടിയ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയാവാം, അവൾ നേടിയ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയിരുന്ന സുഖ സൗകര്യങ്ങളാവാം അവളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില ബന്ധങ്ങൾ, ചില സമ്പത്തുകൾ, ചില കൂട്ടുകെട്ടുകളൊക്കെ ലോകത്തോട് നമ്മളെ കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവാം, ലോകവുമായി കൂടുതൽ കൂട്ടുകെട്ടുണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാവാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തരുന്നത് ചില ബന്ധങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണെങ്കിൽ, ദൈവവചനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണെങ്കിൽ അത് ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ഇടയായിത്തീരണം. വേൾഡ്ലി അറ്റാച്ച്മെന്റ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിഷ്കരണം മുറിച്ചു കളയാനായിട്ട് നമുക്ക് പറ്റണം. സമ്പത്ത് ആവശ്യമാണ്, ബന്ധങ്ങൾ ആവശ്യമാണ്, അധികാരം ആവശ്യമാണ്. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന്, ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണെങ്കിൽ ഈ ബന്ധങ്ങളെങ്കിൽ അതിനെ പൂർണ്ണമായും വിച്ഛേദിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. വിശുദ്ധനായ അഫയൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോത്തിന്റെ ഭാര്യയുടെ കണ്ണുകൾ തിരിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ലോകത്തോട് ബന്ധപ്പെട്ടു. ലോകത്തിന്റെ മാധുര്യം ദൈവകൃപ മറിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ സോദോമിന്റെ സൗന്ദര്യത്തിൽ ഒരുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ലോകം നൽകുന്ന മാധുര്യം, അവൾക്ക് കിട്ടേണ്ട ദൈവകൃപ മറിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളും ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ലോക ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ദൈവകൃപ ചോർന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ലോകബന്ധങ്ങളിൽ നിന്നൊരു മോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ഭാര്യയുടെ ജീവിതം നമുക്കൊരു മാതൃകയാക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.